ഫെബ്രുവരിയിലെ ഗോൾഡ് ഇൻവെസ്റ്റിലേക്കുള്ള ഒരു പൈസയാണിത്. നമ്മൾ കഴിഞ്ഞ മാസം തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റുന്ന രീതിക്ക് ഗോൾഡോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റോ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമെന്നുള്ളത്. അപ്പൊ അതിന്റെ പാർട്ട് 2 ആണ് ഈ ഗോൾഡിന്റെ ഒക്കെ വില ഇങ്ങനെയാണ് പോകുന്നത്. എപ്പോഴെങ്കിലും ഇടിയുമായിരിക്കും, എന്നാലും ഫ്യൂച്ചറിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും പ്രോഫിറ്റ് ആയിരിക്കും. ജനുവരിയിൽ ഞാനൊരു 2 പവന്റെ സ്വർണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം 10-20,000 രൂപയ്ക്ക് അകത്ത് പ്രോഫിറ്റ് മാത്രം കിട്ടി. അതുകൊണ്ട് തന്നെ ഈ മാസം കുറച്ച് ഗോൾഡ് വാങ്ങിയിടാന്ന് പറഞ്ഞപ്പോൾ ഉമ്മാരുടെ സന്തോഷമാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇത്തവണ കല്ലറുള്ള താജ്മഹലിൽ നിന്നാണ് ഗോൾഡ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ തവണ 2 പവനാണ് വാങ്ങിയെങ്കിൽ ഇത്തവണ നമ്മൾ ഒരു 3 പവനാണ് വാങ്ങാൻ പോകുന്നത്. അങ്ങനെ ബില്ലിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാണ് ഞാൻ വാങ്ങിയ ദിവസത്തെ ഗോൾഡ് റേറ്റ്. പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഉമ്മാരുടെ പറയുമായിരുന്നു, ഞാൻ വലുതാവുന്ന സമയത്ത് ഉമ്മാക്ക് 5 പവന്റെ മാല വാങ്ങി തരും. അതെനിക്ക് സാധിച്ചത് എന്റെ 23ാമത്തെ വയസ്സിൽ 2026-ലാണ്. ആ 2 മാലയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നതും ഉമ്മാരുടെ സന്തോഷവും. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് പ്രാഞ്ചേട്ടന്റെ ഒരു ഡയലോഗാണ്. എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. ഇപ്പൊ കിട്ടിയവർക്ക് നല്ല പണിയെടുത്തിട്ടുണ്ടാവൂലേ. താൻ തൊട്ടെന്റെ പാഞ്ചി പറയണേ, താൻ വിചാരിച്ചത് വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കണ പോലെ ടീം 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 എന്ന് പറഞ്ഞുണ്ടാക്കിയതാ. ഇതൊക്കെ കഷ്ടപ്പെട്ടെന്നെ കിട്ടുള്ളൂ. അപ്പൊ എല്ലാരും കഷ്ടപ്പെടുക, നിങ്ങൾക്കും കിട്ടും.